കൊല്ലത്ത് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു കാഴ്ച നമ്മളേറെ അത്ഭുതപ്പെടുത്തിയതാണ്, ഞെട്ടിപ്പിച്ചതാണ്. കൊല്ലം അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സ്റ്റോപ്പിൽ ആളെ ഇറക്കി മുന്നിലേക്ക് എടുക്കുകയായിരുന്ന സ്വകാര്യ ബസ്സിന് കുറുകെ സ്ത്രീ ഓടിയെത്തുകയായിരുന്നു. പിന്നീട് ബസ്സിൻ്റെ അടിയിൽപ്പെടുന്നു. അതിനുശേഷം ബസ് മുന്നോട്ട് പോകുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും അവിടെ കടന്ന് ഈ വേദനയിൽ പുളയുന്ന ആ സ്ത്രീയെയാണ് കണ്ടത്. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഭാഗ്യം കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത്. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് ആ സ്ത്രീക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോൾ എവിടെയാണ്? ആശുപത്രിയിൽ ചികിത്സയിലാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ വൈകിട്ട് ഈ കൊല്ലം അമ്മാരത്ത് മുക്കിൽ സംഭവിച്ചത്? ഏറെ നടുക്കമുണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു. നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഈ വഴിയാത്രക്കാരുടെ അശ്രദ്ധ ചിലപ്പോൾ അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവർ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പലരും നോക്കാറില്ല. ആ സ്ത്രീ എങ്ങനെയാണ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതെന്ന് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആ സമയം ആ ബസ് മുന്നോട്ടെടുക്കുന്നുണ്ട്. ബസ്സിനടിയിൽപ്പെടുന്നത് ഈ സ്ത്രീ ബസ്സിനടിയിൽപ്പെടുന്നത് ഡ്രൈവർ കാണുന്നില്ല. അതിനുശേഷം വലിയ നിലവിളി ശബ്ദം കേട്ട് ബസ് ചവിട്ടി നിർത്തുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തുകൂടി ബസ്സിൻ്റെ ടയർ കയറി ഇരുന്നെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കുമായിരുന്നു. വിനീഷ് ചേരുന്നു. വിനീഷ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയുടെ ആരോഗ്യനില? ഇപ്പോൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ശരിക്കും നാടിനെ വലിയ രീതിയിൽ ദുഃഖത്തിലാക്കിയ വലിയൊരു സംഭവം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിന്റെ ഞെട്ടല് ഇതുവരെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ട ഈ വയോധികയ്ക്കും ഇതുവരെ ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇവർ കൊല്ലം പരവൂർ സ്വദേശിനിയാണ്. പാറേക്കാവ് സ്വദേശിനി ഓമനയമ്മ എന്നാണ് ഈ വയോധികയുടെ പേര്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ ബസ്സിൽ കയറാനായിട്ട്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന സ്വകാര്യ ബസ്സിൽ കയറാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഈ ബസ്സിന്റെ തൊട്ട് മുൻഭാഗത്തൂടെയാണ് ഇവർ പാസ് ചെയ്ത് പോകുന്നത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡ്രൈവറിന് അത് കാണാൻ കഴിയില്ല. അപ്പോൾ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തപ്പോഴാണ് ഇവരെ ഇടിച്ച് വാഹനത്തിനടിയിൽ ഇവർ പെട്ടുപോയ സാഹചര്യം ഉണ്ടായി. തുടർന്ന് നിലത്ത് വീണ വയോധികയുടെ മുകളിലൂടെ വാഹനം മറികടന്ന് പോവുകയും ചെയ്തു. പക്ഷേ വലിയ ഭാഗ്യം എന്നോണം ഈ ടയറൊന്നും തന്നെ അവർ ദേഹത്ത് കയറാതെ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അവർ ഇങ്ങനെ അവശതയോടെ കിടക്കുന്ന കാണാൻ കഴിയും. നാട്ടുകാർ ഓടിക്കൂടുന്നു. ഉടൻ തന്നെയും സ്വകാര്യ ആശുപത്രി, തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സകളെല്ലാം നൽകി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്താൽ ഇപ്പോൾ അവരെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. എന്തായാലും ഇത്തരം സംഭവം അശ്രദ്ധയോടുകൂടി റോഡ് മുറിച്ചു കടന്നപ്പോൾ ഉണ്ടായ ഒരു അപകടം തന്നെയാണിത്. ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ ഉണ്ടാകും. അത് ബോധവാന്മാരാകണം എന്നൊക്കെയാണ് വാഹന വകുപ്പ് നിർദ്ദേശം നൽകുന്നത്. പക്ഷെ ഇത് ഡ്രൈവറിന്റെ കുറ്റമൊന്നും പറയാൻ കഴിയില്ല. ഡ്രൈവറിന് കാണാൻ കഴിയില്ല. കാരണം തൊട്ടടുത്തൂടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വാഹനത്തിന് തൊട്ട് മുന്നിലൂടെയാണ് ഈ വയോധിക കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും ഇവർക്ക് അത്ഭുതകരമായി ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയൊരു ആശ്വാസകരമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പരവൂർ ാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. പരവൂർ മടത്തിറ റോഡിലൂടെ ഓടുന്ന ഒരു സ്വകാര്യ ബസ്സാണ്. സ്ഥിരം ഇവർ ഈ ബസ്സിലെ യാത്രക്കാരിയാണെന്നും പറയുന്നുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ഈ CCTV ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഡ്രൈവർ പഴി കേൾക്കേണ്ടി വന്നേനെ, ഡ്രൈവർ കുറ്റക്കാരനാകുമായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആ സ്ത്രീയുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്ന് എനിക്ക് തോന്നുന്നു. വിനീഷ്, നമ്മുടെ പൊതുനിരത്തുകളിൽ ഉണ്ടാകുന്ന പല അപകടങ്ങൾക്കും കാരണം യാത്രക്കാരുടെ അശ്രദ്ധയാണ്. അമിത വേഗത ഒരു കാരണമാകുമ്പോൾ പോലും ഈ കൃത്യമായ ശ്രദ്ധിക്കാതെ, ഇരുവശങ്ങളിലും ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ചു കടക്കുന്നവർ, മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാത്തവർ, അവരൊക്കെയാണ് പലപ്പോഴും ഈ വഴിയാത്രക്കാർ, കാൽനട യാത്രക്കാർ ഇത്തരമുള്ള അപകടങ്ങളിൽ പെടാനുള്ള കാരണം അശ്രദ്ധ തന്നെയാണ്. ഇത് തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നോ? അതല്ലെങ്കിൽ സ്വാഭാവികമായും ഈ ബസ് ഡ്രൈവർക്കെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ സാധാരണ ഉണ്ടാകാറുള്ളതല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഡ്രൈവർമാരും അതുപോലെ ഈ സ്വകാര്യ വ്യക്തികൾക്കെല്ലാം പഴി കേൾക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ഇത് കൃത്യമായ ഒരു തെളിവാണ് CCTV തന്നെ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അശ്രദ്ധയോടെയുള്ള ഈ ഒരു റോഡ് മുറിച്ച് കടന്നതാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. പക്ഷേ ഈ മാതാവുമായിട്ട് നമ്മൾ അല്പം മുന്നേ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വയോധിക അവിടെ അടുത്തൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം സ്ഥിരം ഈ വാഹനത്തിലെ ഈ ബസ്സിലൊരു യാത്രക്കാരി കൂടിയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ആ വാഹനം അവിടെ നിർത്തി ആൾക്കാരെ ഇറക്കിയിട്ട് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർ റോഡ് മുറിച്ച് കിടക്കുന്നത്. അപ്പോൾ ഈ വയോധിക വാഹനം നിർത്തിയപ്പോൾ കരുതി ഒരുപക്ഷെ തന്നെ മനസ്സിലായത് കൊണ്ട് ഡ്രൈവർ വാഹനം നിർത്തിയതാണെന്ന് കരുതിയാണ് തൊട്ടടുത്തൂടെ പോയതെന്നാണ് വയോധിക നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ഈ ഡ്രൈവർ ഇവർ ആ വാഹനത്തിനടുത്തേക്ക് വരുന്നത് കണ്ടിട്ടുമില്ല. ഇങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ശരിക്കും അശ്രദ്ധയോട് ഉണ്ടായ ഒരു അപകടമാണ്. എന്തായാലും നിസ്സാര പരുക്കളോടെ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. നാട്ടുകാര് നമുക്ക് തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലോടെയാണ് നമ്മൾ ഇപ്പോഴും തന്നെ കാണുന്നത്. വാഹനത്തിനടിയിൽപ്പെട്ടിട്ട് ചെറിയ പരിക്കുകളോട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗ്യം എപ്പോഴും എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. അപ്പം ശ്രദ്ധാപൂർവ്വം അതാണ് എന്തായാലും രണ്ടാം ജന്മം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അത്ഭുതകരമായ രക്ഷപ്പെടലാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് സംഭവിച്ചത്. വലിയ ഭാഗ്യമായിരുന്നു. കാരണം അത്രയ്ക്കും വലിയ ദുരന്തം, ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഡ്രൈവറുടെ ഭാഗത്തല്ല യഥാർത്ഥത്തിലൊരു വീഴ്ച സംഭവിച്ചത്. യാത്രക്കാരിയുടെ അശ്രദ്ധയാണ്. നമ്മൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധ വേണം, ജാഗ്രത വേണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു ദൃശ്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.